ഹായ് ഓൾ, വെൽക്കം ടു നോസിസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് ഫീൽഡ് വർക്കർ ഹെൽത്ത് സയൻസ് NCA പോസ്റ്റിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ളത് ഇടുന്നില്ല, കാരണം ഇത് എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേയൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ളതേ ചെയ്യുള്ളൂ കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ഉപകാരം. പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ തെറ്റുകളൊക്കെ പഠിക്കണ്ട. പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് അതുകൊണ്ട് ചെയ്യുന്നില്ല. ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ള PYQ സീരീസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? രാജാ റാം മോഹൻ റോയ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ് അല്ലേ? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെയിൽ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? BR അംബേദ്കർ അല്ലേ? BR അംബേദ്കർ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? അമേരിക്ക അല്ലേ? മൗലിക കടമകളാണെങ്കിലോ അത് റഷ്യ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. അടുത്ത ചോദ്യം. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഏതാണ്? ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഇത് രണ്ടും ശരിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായ് ആണ് കേട്ടോ. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഷു ഫെങ് ഹോങ് ആണ് കേട്ടോ. ഷു ഫെങ് ഹോങ് ആണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബാണ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആരാണ് പോറ്റി ശ്രീരാമലു? ഓപ്ഷൻ D ആണല്ലേ. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അതേതെന്ന് കണ്ടെത്തുക. ഏതാണ്? ഭിലായ് അല്ലേ? ഭിലായ് USA. അത് തെറ്റാണല്ലേ. അടുത്തത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. അടുത്തത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ്
താഷ്കന്റ് കരാർ ഏതാണ്? 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോട്. അടുത്ത ചോദ്യം, പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓം പ്രകാശ് ബിർള. ഓം പ്രകാശ് ബിർളയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഓക്കെ, 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി വരും. 1ഉം 2ഉമാണ് ശരി. ഓക്കെ, കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. പിന്നെ എന്താണ്? കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓക്കെ, അത് 2ഉമാണ് ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഇത് ബി ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. 1ഉം 2. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 27ൻ്റെ ആൻസർ എന്താണ് വരിക? സി. 4ആണ് തെറ്റായിരിക്കുന്നത്. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. ശരിയാണ്. തീരപ്രദേശമില്ലാത്ത ജില്ല പാലക്കാട്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇത് 3ഉമാണ് ശരി. 4 എന്താണ്? തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ഏതാണ്? ഡി വരും അല്ലേ? 2ഉം 3ഉം വരും. ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. തെറ്റാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണം. പമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഇത് 2ഉമാണ് ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. ഇതിൻ്റെ ആൻസർ എന്ത് വരും? എ വരും അല്ലേ? അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ആൻസർ ഡി വരും അല്ലേ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സിംഹവാലൻ കുരങ്ങളെ കാണാൻ കഴിയുന്നു. അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 2 ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. സി. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉമാണ് അല്ലേ? ആനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. തെറ്റാണ്. എന്താണ്? വെങ്കലമാണ് അല്ലേ? ബ്രോൺസ് ആണ് നേടിയത്. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? 34ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഡി വരില്ല. 1ഉം 2ഉം 3ഉമാണ് ശരി. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ശരി. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആരവല്ലിയാണ് അല്ലേ? ആരവല്ലിയാണ്. അടുത്തത്, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ എ വരൂ അല്ലേ? 1ഉം 2ഉമാണ് ശരി. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഈ 2ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ 1ഉം 2ഉമാണ് വരുന്നത്. 1ഉം 2ഉം. ഗംഗാ സമതലവുമായി പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, അത് 2ഉമാണ് ശരി. നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സി വരും അല്ല? 2ഉം 3ഉം വരും. 2ഉം 3ഉം. അടുത്തത്, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ വരും അല്ലേ? 2ആണ് തെറ്റായ പ്രസ്താവന. ശരിയായത് നമുക്ക് നോക്കാം. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു.
അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? PR ശ്രീജേഷിൻ്റെയാണ് കേട്ടോ. ആത്മകഥ PR ശ്രീജേഷിൻ്റെയാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്? PT ഉഷയാണ് അല്ലേ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഏതാണ്? ചിനാബാണ് അല്ലേ. ചിനാബ്. മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? നദിയാണ്. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ സി വരും. 1ഉം 3ഉമാണ് വരിക. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു. ഇതൊക്കെയാണ് ഭൗതിക മാറ്റം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി വരും അല്ലേ. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, അത് തെറ്റാണ്. വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ഇതെല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ ഉൾപ്പെടാത്തത് സി ആണ്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏത്? സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏതാണ്? ആദിത്യ L1. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഏതാണ്? അയർലൻഡും UK അല്ലേ. അയർലൻഡും UK. അടുത്തത്, രാജാറാം മോഹൻ റോയിയുടെ തെറ്റായ പ്രസ്താവന. രാജാറാം മോഹൻ റോയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏതാണ്? സി വരും അല്ലേ. ആര്യ സമാജ സ്ഥാപകൻ, അതല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വരും. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, സതിയെ എതിർത്തു, ആധുനിക വിദ്യാഭ്യാസം നേടി, ഇതെല്ലാം ശരിയാണ്. ഇനി അടുത്തത്, SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ത്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് വരും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതാണ് SIPയുടെ പൂർണ്ണരൂപം. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ രക്തചംക്രമണം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ. ലാക്റ്റിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. 56-ാമത്തെ ചോദ്യം, സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ബി വരും. അടുത്തത്, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നമുക്കറിയാം, MS സ്വാമിനാഥൻ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? കണ്ണൂർ. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് സി ആണ്. 1ഉം 2ഉമാണ്. ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്. അടുത്തത്, പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം. അടുത്തത്, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? സൗരോർജം വൈദ്യുത ഊർജമായിട്ട് മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കി ശരിയാണല്ലേ. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്,
പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ഏതാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്നുള്ളതാണല്ലേ. ബി ആണ് ആൻസർ. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. അടുത്ത ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? മലമ്പനിയാണ്. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ജീവിതശൈലീ രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലീ രോഗം അല്ലാത്തത് ഹീമോഫീലിയാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതാണ് വരിക? 1ഉം 4ഉമാണല്ലേ വരിക. ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്തത്, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? മാംസ്യമാണ് ആൻസർ വരുന്നത്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? അത് വിറ്റാമിൻ എ ആണ്. അടുത്തത്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലിയാണ്. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ ബി വരൂല്ലേ. 1ഉം 3ഉമാണ്. കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡാണ്. അടുത്തത്, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ്. കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 2 ആഴ്ചയാണ് കേട്ടോ. 2 ആഴ്ച. കൊതുകിൻ്റെ ജീവിതചക്രം: മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. അടുത്തത്, കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിന് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഡി വരും. എല്ലാം ശരിയാണ് കേട്ടോ. ജൈവിക നിയന്ത്രണം, ഫോഗിങ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. അടുത്തത്, ദേശീയ ഡെങ്കി ദിനം ബി ആണ്. മെയ് 16 കേട്ടോ. ഈച്ചകൾ പരത്തുന്ന രോഗം ഓപ്ഷൻ ബി വരും. 1ഉം 2ഉം ശരി. കോളറ, അമീബിയാസിസ്. അടുത്തത്, മണലീച്ച പരത്തുന്ന രോഗം സി വരും കേട്ടോ. കാലാ അസർ. ഇനി സ്ക്രബ് ടൈഫസ്, ചെള്ളുപനി പരത്തുന്നത് ആരാണ്? ചിഗർമൈറ്റ്. അടുത്തത്, ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏത്? കമ്പോസ്റ്റിംഗ്. ആഴമില്ലാത്ത ട്രെഞ്ച് ലാൻഡ്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? താൽക്കാലിക ക്യാമ്പുകളിലാണ്. ഓക്കെ ആണോ? PYQ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.